നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണഘടനാ ഉള്ളടക്കത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് അഭിനന്ദനാർഹമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപനം ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലമ്പുഴ ചേമ്പനയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിനോട് ചേർന്നുള്ള തോടിനരികിൽ കണ്ട പുലിക്കുട്ടിയെ കൂട്ടിലാക്കി. പുലിക്കുട്ടിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടി ധോണിയിലേക്ക് മാറ്റി. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാര ചടങ്ങുകൾ സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. കബറടക്ക ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം തിങ്കളാഴ്ച രാവിലെ 9:30 തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഭരണഘടനാ ഉള്ളടക്കത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് അഭിനന്ദനാർഹമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപനം ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയുള്ള പരിഗണന ലഭിക്കുന്നതിന് ഭരണഘടനാ മൂല്യങ്ങൾ ശോഷണം കൂടാതെ സംരക്ഷിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. ആ കടമയാണ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്ലംകുന്ന് പട്ടികവർഗ ഉന്നതിയിലെ നിവാസികൾക്ക് ഭൂമിയുടെ കൈവശാവകാശ രേഖ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൈമാറി. വജ്രജൂബിലി കലാകാരന്മാരുടെ ചെണ്ടരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു. 13ഓളം കലാകാരന്മാർ അരങ്ങേറി. 50ഓളം കലാകാരന്മാർ മേളത്തിൽ അണിനിരന്നു. കവി PN ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി. കില CHRD കൊട്ടാരക്കര ഡയറക്ടർ V സുധീശൻ ക്യാമ്പയിൻ വിശദീകരിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, ബ്ലോക്ക് മെമ്പർ വിജയലക്ഷ്മി വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഭരണഘടനാ വിജ്ഞാനോത്സവത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായ വ്യക്തികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗ്രന്ഥശാലകൾ, ഗ്രാമപഞ്ചായത്തുകൾ, കുടുംബശ്രീ, ഹരിത കർമ്മസേന, ആശാവർക്കർ, അംഗനവാടി പ്രവർത്തകർ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് ആദരിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PK ഡേവിസ് മാസ്റ്റർ, ഷീല അജയ് ഘോഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഖാദർ പട്ടേപ്പാടം, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് അമ്മനത്ത്, വികസനകാര്യ സമിതി സ്ഥിരം അധ്യക്ഷ പ്രസന്ന അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷ അസ്മാ ബി ലത്തീഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ ഷാജി, KS ധനീഷ്, KS തമ്പി, ലിജി രതീഷ്, റോമി ബേബി, ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി ജില്ലാ കോർഡിനേറ്റർ സുബീഷ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M രാജേഷ്, LSJD തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദിഖ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM ഹസീബ് അലി, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2022-23 വർഷം മുതൽ തുടർച്ചയായി 3 വർഷക്കാലം ഭരണഘടനയെക്കുറിച്ച് ബ്ലോക്ക് അതിർത്തിയിലെ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, വയോജനങ്ങൾ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിവ് പകർന്നു നൽകിയിട്ടുണ്ട്. ഇതിനായി തുടർച്ചയായി ചർച്ചകൾ, സെമിനാറുകൾ, ഭരണഘടനാ വിജ്ഞാന സദസ്സുകൾ, ക്വിസ് മത്സരങ്ങൾ, കലാപരിപാടികൾ, പദയാത്രകൾ, ഗൃഹസന്ദർശനങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് അതിർത്തിയിലെ 5 പഞ്ചായത്തുകളിലെ വീടുകളിൽ, വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും NSS വോളണ്ടിയർമാർ, വായനശാല പ്രവർത്തകർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ ലഘുലേഖകൾ എത്തിച്ചു. 100-ൽ പരം പൊതു ഇടങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ചുവരുകൾ സ്ഥാപിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഭരണഘടനയെക്കുറിച്ചുള്ള അറിവ് പകരാൻ സാധിച്ചു. വിവിധ തലങ്ങളിൽ പരിശോധിച്ച് കൊട്ടാരക്കര കിലയിലെ ഉദ്യോഗസ്ഥർ സാക്ഷ്യപത്രം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ബ്ലോക്കായി പ്രഖ്യാപിച്ചത്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. മലമ്പുഴ ചേമ്പനയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിനോട് ചേർന്നുള്ള തോടിനരികിൽ കണ്ട പുലിക്കുട്ടിയെ കൂട്ടിലാക്കി. പരിക്കേറ്റ നിലയിലായിരുന്നു പുലിക്കുട്ടി. ചേമ്പനയിൽ തങ്കച്ചന്റെ പറമ്പിലാണ് പുലിക്കുട്ടിയെ കണ്ടെത്തിയത്. കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പുലിക്കുട്ടിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടി ധോണിയിലേക്ക് മാറ്റി. വളർത്തുനായ കുരയ്ക്കുന്നത് കേട്ട് പുറത്തു വന്ന് നോക്കിയപ്പോഴാണ് തങ്കച്ചൻ പുലിയെ കണ്ടത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയായിരുന്നു. പിടികൂടിയ പുലിയെ ധോണിയിലെ വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. പ്രാഥമിക ചികിത്സ നടത്തിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണൂത്തി വെറ്റിനറി കോളേജിലേക്ക് കൊണ്ടുപോകും.
തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാര ചടങ്ങുകൾ സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂർ ബിഷപ്പ് ഹൌസിലെത്തി മാർ ജേക്കബ് തൂങ്കുഴിക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാരം നടത്തുന്നതിനുള്ള ഉത്തരവ് മന്ത്രിയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചേർന്ന് ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ജില്ലാ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് പ്രത്യേക ചുമതല നൽകിയതായും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ക്രിസ്തീയ സഭകളുടെ ചരിത്രത്തിൽ തന്നെ ഐതിഹാസികമായ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ള വലിയ ഇടയന്റെ ജീവിതം പുതുതലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായി മാറേണ്ട ഒന്നാണെന്നും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖം അനുഭവിക്കുന്ന വൈദികർ, സഹപ്രവർത്തകർ തുടങ്ങി എല്ലാ സഭാവിശ്വാസികളെയും സർക്കാരിന്റെ പേരിൽ ദുഃഖം അറിയിക്കുന്നതായും മന്ത്രി പറഞ്ഞു. സർക്കാർ ഔദ്യോഗിക ബഹുമതികളെല്ലാം നൽകാൻ വേണ്ടി ഔപചാരികമായി തീരുമാനമെടുത്തു. ഏതാനും മിനിറ്റ് മുമ്പ് അതിൻ്റെ ഉത്തരവ് പുറത്തിറക്കിയെടുത്തു. കൊണ്ട് തൂങ്ങിപ്പിതാവിൻ്റെ യാത്രാമംഗളങ്ങൾ നേരുമ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഔദ്യോഗിക ബഹുമതി തന്നെ കൊടുക്കണം എന്ന് സർക്കാർ നിശ്ചയിച്ചു. അതിൻ്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങി. തൃശ്ശൂരിലെ ജില്ലാ കളക്ടറോടും തൃശ്ശൂരിലെ സൂപ്രണ്ടിനോടും പോലീസ് സൂപ്രണ്ടിനോടും ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകാൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ വിധത്തിൽ ഔദ്യോഗിക ബഹുമതികൾ നൽകിയിട്ടുണ്ട്. ഈ വലിയ ഇടയം രാജ്യത്തിൻ്റെ തന്നെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഐതിഹാസികമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തിയൊരു വലിയ ഇടയൻ്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായി മാറേണ്ട അത്രയേറെ അറിവുകളുടെ ഒരു സമാഹാരമാണ്. മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ അവസരം കിട്ടിയവരാണ് ഞങ്ങൾ ഉൾപ്പെടുന്ന തലമുറകളെല്ലാം. കടുത്ത പ്രതിസന്ധികൾ മലയോര കർഷകരും കുടിയേറ്റ കർഷകരും അനുഭവിച്ചിരുന്ന മാനന്തവാടി രൂപതയിൽ നിന്ന് മലയോര കർഷകരെ മണ്ണിന്റെ ഉടമകളാക്കി മാറ്റാനും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് വ്യക്തിപരമായി നേതൃത്വം നൽകിക്കൊണ്ട് ആരംഭിച്ചതാണ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ ബിഷപ്പ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ രൂപതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത പിതാവായിരുന്നു തൂങ്കുഴി പിതാവ്. ഓരോ ഘട്ടത്തിലും അത്ഭുതകരമായി എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും ഹാസ്യവും നർമ്മവും കലർന്ന ലളിതമായ സംഭാഷണങ്ങൾ കൊണ്ട് പ്രതിസന്ധികളെ ലഘൂകരിക്കാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തനിക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ 11:30 ഖബറടക്ക ശുശ്രൂഷയുടെ 1ാം ഘട്ടം തൃശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്നു. 12:15 വരെ തൃശൂർ ഡോളേഴ്സസ് ബസിലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് 1:30 മുതൽ തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി ബസിലിക്ക പള്ളിയിൽ നിന്ന് ലൂർദ് പള്ളിയിലേക്ക് വിലാപയാത്ര നടക്കും. വൈകിട്ട് 5 തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ ശുശ്രൂഷകൾ നടത്തുന്നതുവരെ പൊതുദർശനം ഉണ്ടാകും. നാളെ രാവിലെ 9:30 ഖബറടക്ക ശുശ്രൂഷയുടെ 2ാം ഘട്ടം തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. വിശുദ്ധ കുർബാനയോടെയായിരിക്കും ശുശ്രൂഷകൾ. മീഡിയ ടൈം, തൃശൂർ. മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 98ാമത് സമാധി ദിനം ആചരിച്ചു. ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, ഉപവാസം, അന്നദാനം എന്നിവ നടന്നു. യുദ്ധി മാസ്റ്റർ പ്രഭാഷണം നടത്തി. സന്യസ്ത ശിഷ്യന്മാര് ഒരുപാട് ഇരുന്നു കരയുന്ന ഒരു കാഴ്ച ഗുരു കാണുകയുണ്ടായി. അവസരത്തില് ഗുരു അവരോട് അരുൾ ചെയ്തത്, നിങ്ങൾ എന്തിനാ കരയുന്നത്? നാം ശരീരം വിട്ടുപോയാലും നാം അറിവിന്റെ രൂപത്തില് ഈ ലോകത്ത് ഉണ്ടാകും, അറിവായിട്ടുണ്ടാകും. ആ ആത്മചൈതന്യമാണ് ഇന്ന് ഈ 98ാമത് സമാധിയിലും നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ മനസ്സുകളെയും ചിന്തിപ്പിക്കുന്ന ലൗകികവും ആത്മീയവും ബൗദ്ധികവുമായ ഒരുപാട് ചിന്തകളെ നമുക്ക് ഈ ലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ടാണ് ഗുരു നമ്മെ വിട്ടുപിരിഞ്ഞത്. CK സതീശൻ, KV വിൽസൺ എന്നിവർ സംസാരിച്ചു. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സാമിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും PT അംഗങ്ങൾക്കും സ്കൗട്ട്, ജൂനിയർ, റെഡ് ക്രോസ് കേഡറ്റുകൾക്കുമായി പ്രഥമ ശുശ്രൂഷ പരിചരണം എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം ക്ലാസ് നയിച്ചു. BCM ആശുപത്രി ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ മെറിൻ, ജീവൻ എന്നിവർ CPR, ചോക്കിംഗ് കെയർ തുടങ്ങിയവയിൽ പ്രായോഗിക പരിശീലനം നൽകി. സാം പ്രസിഡന്റ് ക്ലിഫി കളപ്പറമ്പത്ത്, ഹെഡ്മിസ്ട്രസ് റീന, സാം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോഫി, പീറ്റർ, സാദിഖ്, ലസ്ലി, ഗിരീഷ്, ഹാലിം റിച്ചാർഡ്, ഡൊമിനിക് ബാബു, ലിജോ പ്ലാക്കൽ എന്നിവരും സന്നിഹിതരായിരുന്നു. ആശുപത്രിയുടെ വേണ്ട രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അവിടെ കിട്ടിയില്ല. ആശുപത്രിയുടെ പേരൊന്നും പറയുന്നില്ല. എനിക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ടു. അത് വല്ലാതൊരു ഫീൽ ചെയ്തൊരു സംഭവമാണ്.
അത് അവിടെ ഉണ്ടായ ഡ്യൂട്ടി ഡോക്ടർ വേണ്ട വിധം കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് അവർ 2 പേർക്ക് എൻ്റെ മകള് ഈ ഒരു വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കോളേജിൽ കാർഡിയോളജിസ്റ്റ് ആ വിഭാഗത്തിലാണ്. അപ്പൊ ഞാനും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ 2 പേർക്ക് ഇത് ചെയ്തിട്ടുണ്ട്. ചാലക്കുടി പ്രസ് ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MG ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ MP സാവിത്രി ലക്ഷ്മണൻ, മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത, ഫാദർ വർഗീസ് പാത്താടൻ, SNDP യൂണിയൻ പ്രസിഡന്റ് KA ഉണ്ണികൃഷ്ണൻ, മുൻ MLA AK ചന്ദ്രൻ, നഗരസഭാ അംഗം VO പൈലപ്പൻ, സെക്രട്ടറി II അബ്ദുൾ മജീദ്, ട്രഷറർ KV ജയൻ, അംഗങ്ങളായ PK സിദ്ദിഖ്, VJ ജോജി തുടങ്ങിയവർ സംസാരിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ വിൽസൺ പാണാട്ടുപറമ്പിൽ, TK ആദിത്യവർമ്മ രാജ, കൂത്തുകലാകാരൻ പ്രദീപ് പൂലാനി, ഗാനരചയിതാവ് വാസുദേവൻ പനമ്പിള്ളി, ഗായകൻ കലാഭവൻ ജയൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് കലാവിരുന്നും ഓണസദ്യയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണഘടനാ ഉള്ളടക്കത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് അഭിനന്ദനാർഹമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപനം ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലമ്പുഴ ചേമ്പനയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിനോട് ചേർന്നുള്ള തോടിനരികിൽ കണ്ട പുലിക്കുട്ടിയെ കൂട്ടിലാക്കി. പുലിക്കുട്ടിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടി ധോണിയിലേക്ക് മാറ്റി. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാര ചടങ്ങുകൾ സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ. കബറടക്ക ശുശ്രൂഷയുടെ 2ാം ഘട്ടം തിങ്കളാഴ്ച രാവിലെ 9:30 തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.